സങ്കീർത്തകന്റെ പുസ്തകം 84 അധ്യായം 6 വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: ബാക്ക താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കുന്നു. ബാക്ക താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കുന്നു. ശരത്കാല വൃഷ്ടി അതിനെ ജലാശയങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നു. എന്താണ് ഈ ബാക്ക താഴ്വര? ബാക്ക താഴ്വര എന്ന് പറയുന്നത് വാലി ഓഫ് വീപ്പിംഗ്, വിലാപത്തിൻ്റെ താഴ്വര എന്നാണ് അതിൻ്റെ അർത്ഥം. വിലാപത്തിൻ്റെ താഴ്വരകളെ അവർ എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ സങ്കീർത്തനം 84:5 നമ്മൾ കണ്ടതാണ്. അങ്ങിൽ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അതായത് അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവർ, ശക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ ഭാഗ്യവാന്മാരാണ്. അവർ ബാക്ക താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും അവർ അതിനെ നീരുറവകളുടെ താഴ്വരയാക്കി മാറ്റുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ചുറ്റുമുള്ളതെല്ലാം വിലാപത്തിനുള്ള കാരണങ്ങളാണെങ്കിലും വിലാപത്തിൻ്റെ താഴ്വരയിലൂടെ കൂടെ തന്നെയായിരിക്കും അവൻ നടന്നു പോകുന്നതെങ്കിലും അവനതിനെ നീരുറവയാക്കി മാറ്റുന്നു. അവനതിനെ ശീതളമായ ജലമൊഴുകുന്ന നീരുറവയാക്കി ആ താഴ്വരയെ മാറ്റുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികൾ ചുറ്റുപാടുകളെ നവീകരിക്കുന്നു, ചുറ്റുപാടുകൾക്ക് മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കുന്നു, ചുറ്റുപാടുകളിൽ നല്ല മാറ്റം ഉണ്ടാക്കുന്നു. കാറൽ മാക്സ് പറഞ്ഞിട്ടുണ്ട്, മാറ്റമല്ലാതെ മറ്റൊന്നും മാറാതിരിക്കുന്നില്ല. അത് ഒരു പുരാതനമായ ഒരു തത്വമാണ്. ഇന്ത്യൻ ഫിലോസഫിയും അതുപോലെ തന്നെ ഗ്രീക്ക് ഫിലോസഫേഴ്സൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം. പിന്നീട് ആധുനിക കാലത്താണ് ഈ കാൾ മാർക്സിനെ പോലുള്ള ആളുകൾ പറയുന്നത് മാറ്റമല്ലാതെ മറ്റൊന്നും മാറാതിരിക്കും. ചുറ്റുപാടെപ്പോഴും മാറ്റങ്ങളുണ്ടാകും. പക്ഷേ നല്ല മാറ്റമാണോ ചീത്ത മാറ്റമാണോ? നല്ല നന്മയിലേക്കുള്ള മാറ്റമാണോ അല്ലെങ്കിൽ തിന്മയിലേക്കുള്ള മാറ്റമാണോ? ഇതാണ് ചോദ്യം. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയാണെങ്കിൽ ചുറ്റുപാടും നന്മകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. നമ്മൾ വിശുദ്ധന്മാരുടെ ജീവിതം ഒന്ന് എടുത്തു നോക്കിക്കേ. വിശുദ്ധ കൽക്കത്തായിലെ അമ്മ തെരേസയെ ഒന്ന് എടുത്തു നോക്കുക, മദർ തെരേസയെ ഒന്ന് എടുത്തു നോക്കിയേ. അവളുടെ ചുറ്റുപാടും വളരെ ശുഷ്കമായ ഇടങ്ങളിലേക്ക്, ഇതുപോലെ ഈ ബക്ക താഴ്വര പോലുള്ള സ്ഥലങ്ങളിലേക്ക് അവൾ കടന്നു ചെന്നു. റെഡ് സ്ട്രീറ്റുകളിലേക്ക് അവൾ കടന്നു ചെന്നു. HIV ഉള്ള ആളുകളുടെ ഇടയിലേക്ക് അവൾ കടന്നു ചെന്നു. ദാരിദ്ര്യമുള്ള ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെന്നു. കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് കടന്നു ചെന്നു. പക്ഷേ അവിടെ ചെന്നിട്ട് തന്നാൽ കഴിയും വിധം അവൾ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ തുടങ്ങി വലിയ മാറ്റങ്ങളുടെ തിരുനാളം കത്തിക്കാനായിട്ട് അവൾക്ക് സാധിച്ചു. കാരണം എന്താണെന്നറിയാമോ? അവളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുന്നുണ്ടായിരുന്നു. അങ്ങയുടെ ശക്തി കണ്ടെത്തിയവർ ഭാഗ്യവാന്മാർ. അവർ ബക്ക താഴ്വരയിലൂടെ കടന്നു പോകുമ്പോഴും അവർ നീരുറവകളുടെ താഴ്വരയാക്കി അതിനെ മാറ്റുന്നു. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളെ നിറയ്ക്കുകയും ചുറ്റുപാടുകളെ നവീകരിക്കാനുള്ള അഭിഷേകം കൊണ്ട് നിറയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.